എത്ര പെട്ടെന്നാണ് കാലാവസ്ഥ അടിമുടി മാറിയത്. സർവ കണക്കുകൂട്ടലുകളെയും ഞെട്ടിച്ചുകൊണ്ടാണ് മിന്നൽ പ്രളയം രൂപപ്പെട്ടത്. അടുത്ത ദിവസം വരെ കൊടും ചൂടിൽ എരിപൊരിക്കൊണ്ടിരുന്ന കേരളം ഇന്നിപ്പോൾ തീവ്ര മഴയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ ഹൈവേ റോഡുകളിൽ, കടകമ്പോളങ്ങളിൽ, ആശുപത്രികളിൽ പോലും വെള്ളം നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോലും വെള്ളമൊഴുകുന്ന വീഡിയോസ് ഇതിനകം പുറത്തു വന്നത് നമ്മിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. കനത്ത മഴയെ തുടർന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ വെള്ളം കുതിച്ചുയരുന്ന അവസ്ഥയാണ് മിന്നൽ പ്രളയം എന്ന് പറയുന്നത്. മേഘവിസ്ഫോടനമാണ് ഇന്ത്യയിലെ പ്രളയത്തിന് പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത്. 2019 നിലമ്പൂരിലെ കവളപ്പാറയിലും 2021 ഒക്ടോബറിൽ കോട്ടയം കൂട്ടിക്കലിലും നാശം വിതച്ചത് മേഘവിസ്ഫോടനമാണെന്നാണ് കുസാറ്റിന്റെ പഠനം വെളിപ്പെടുത്തിയത്. അസം സ്റ്റേറ്റ് ദുരന്ത നിവാരണ സമിതി നടത്തിയ പഠനമനുസരിച്ച് ബംഗ്ലാദേശ് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രളയബാധിത രാജ്യം ഇന്ത്യയാണ്. വെള്ളപ്പൊക്കം മൂലമുള്ള ആഗോള മരണസംഖ്യയുടെ 5-1 ഇന്ത്യയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. UK നാഷണൽ വെതർ സർവീസിന്റെ പഠനമനുസരിച്ച് ഇടുങ്ങിയ നദികളിലും കുത്തനെയുള്ള പ്രദേശങ്ങളിലുമാണ് മിന്നൽ പ്രളയത്തിനു സാധ്യത ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഇത്തരം നദികൾക്ക് സമീപമുള്ള മേഖലകളെയാണ് പ്രളയം സാരമായി ബാധിച്ചിട്ടുള്ളതും. മിന്നൽ പ്രളയം മണ്ണിനെ ദുർബലമാക്കുകയും വെള്ളത്തിന്റെ ഒഴുക്ക് കുറക്കുകയും ചെയ്യുമത്രേ. പ്രളയത്തിനു മുമ്പുണ്ടായിരുന്നതുപോലെ ജലത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് പ്രളയാനന്തരം മണ്ണിനുണ്ടാകില്ലെന്നാണ് പഠനം റിപ്പോർട്ട് ചെയ്യുന്നത്. കാലാവസ്ഥാ വിദഗ്ധരുടെ വിലയിരുത്തലനുസരിച്ച് കാലവർഷത്തിന്റെ ഭാഗമായുള്ള മഴയല്ല ഇപ്പോൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദവും ചക്രവാത ചുഴിയുമാണ് നിലവിലെ മഴയ്ക്ക് കാരണമെന്നാണ് പറയപ്പെടുന്നത്. തെക്കൻ കേരളത്തിനു മീതെ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ മഴ ഏതാനും ദിവസം കൂടി നീണ്ടു നിൽക്കുമെന്നുമാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മഴക്കാലത്ത് അപകട സാധ്യത വളരെ കൂടുതലാണ്. രോഗവ്യാപന സാധ്യതയും ധാരാളമാണ്. അത്യന്തം ദുഃഖകരമായ ആക്സിഡന്റ് വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കും. പുതിയ പുതിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടും. അതിതീവ്രമായ രോഗവ്യാപനം കാരണം ആശുപത്രികൾ നിറഞ്ഞു കവിയുന്നത് പലപ്പോഴും വാർത്തകളാകാറുണ്ട്. പ്രായോഗിക ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിരന്തരം നൽകേണ്ട സന്ദർഭമാണിത്, പ്രത്യേകിച്ച് മഴക്കാലം. മരണത്തിന് വരെ കാരണമാകുന്ന രോഗങ്ങളുണ്ട്. ചിക്കൻ ഗുനിയ, മഞ്ഞപ്പിത്തം പോലെയുള്ള പകർച്ചവ്യാധി രോഗങ്ങൾ. പരമാവധി സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത് ഇത്തരുണത്തിൽ അനിവാര്യമാണ്. വിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങളിലും നിരവധി ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത്തരം സാന്ദർഭികമായ ചില അറിവുകൾ പങ്കുവെക്കേണ്ട അവസരം കൂടിയാണിത്. അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ. അറിവിൽ നിന്ന് ഏറ്റവും ശ്രദ്ധേയവും ശ്രേഷ്ഠവുമായത് സാന്ദർഭികമായ അറിവുകളാണ്. അത് പങ്കുവെക്കുന്നതും അങ്ങനെ തന്നെ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഖുദൂ ഹിദ്റക്കും, നിങ്ങൾ മാക്സിമം സുരക്ഷാ കവചങ്ങൾ സ്വീകരിക്കണം. നിങ്ങളുടെ ശരീരത്തിനും സ്വത്തിനും വീടിനും അവശ്യ വസ്തുക്കൾക്കും നാശം സംഭവിക്കാതിരിക്കാനുള്ള സുരക്ഷാ കവചങ്ങൾ സ്വീകരിക്കണം. ഹിദ്ർ എന്ന് പറഞ്ഞാൽ സുരക്ഷാ കവചമാണ്. വലാ തുൽഖൂ ബിഅയ്ദീകും ഇല തഹ്ലുക, നിങ്ങൾ ശരീരങ്ങളെ നാശത്തിലേക്ക് വലിച്ചിഴക്കരുത്. നിങ്ങളുടെ
ശരീരത്തിന് നാശം വരുത്തുന്ന സംഗതികൾ നിങ്ങളായിട്ട് ഉണ്ടാക്കരുത്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കരുത്. നാം നന്നായി ശ്രദ്ധിക്കുക. അശ്രദ്ധയാണ് പലപ്പോഴും അപകടത്തിലേക്ക് എടുത്തെറിയപ്പെടാറുള്ളത്. അതിരാവിലെ തിരക്കിട്ട യാത്ര നാം പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ്. നടക്കാൻ പോകുന്നവർ, ജോലിക്ക് പോകുന്നവർ, അവരൊക്കെ കൃത്യസമയത്തെത്താൻ വേണ്ടി കുറഞ്ഞ മിനിറ്റുകൾ ഉപയോഗപ്പെടുത്തി അതിവേഗത്തിൽ യാത്ര ചെയ്യാറുണ്ട്. ചില നടത്തക്കാർക്കും ബൈക്ക് യാത്രക്കാർക്കും കാർ യാത്രക്കാർക്കുമൊക്കെ രാവിലെകളിൽ അപകടം പറ്റിയ വാർത്തകൾ ധാരാളമായി കേൾക്കാറുണ്ട്. വഴികളിലും റോഡുകളിലും മഴക്കുഴികൾ ധാരാളമുണ്ട്. വെള്ളക്കെട്ടുകൾ ഉണ്ട്. പൊട്ടിവീണ മരങ്ങളുണ്ടാകും. വൈദ്യുതി ലൈനുകൾ തട്ടി അപകടമുണ്ടാകും. ഇത്തരം സംഗതികളെയൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ് മഴക്കാലം. അമിത വേഗതയാണ് അധിക അപകടങ്ങളുടെയും വില്ലൻ. മഴക്കാലത്ത് സ്പീഡ് കുറച്ചേ പറ്റൂ. അതിവേഗം അല്ലെങ്കിൽ അമിതമായ വേഗം അപകടത്തിലേക്ക് നമ്മളെ ക്ഷണിച്ചു വരുത്തും. വലാ തുൽഖൂ ബിഅയ്ദീകും ഇലാ തഹ്ലുക. നിങ്ങൾ നാശത്തിലേക്ക് ശരീരത്തെ വിട്ടുകൊടുക്കരുത്. ഹെൽമറ്റ് ധരിക്കേണ്ടതും സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടതും സുരക്ഷയുടെ ഭാഗമായി ഇസ്ലാമിക നിർദ്ദേശം കൂടിയായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എത്രയോ ആളുകൾ വാഹനാപകടത്തിൽപ്പെട്ട് തലയടിച്ചു വീണ് അബോധാവസ്ഥയിൽ ദീർഘകാലം കിടക്കേണ്ടി വരുന്ന വാർത്തകൾ നമ്മൾ അറിയാറുണ്ട്. നമ്മുടെ കൺട്രോളിൽ കിട്ടാത്ത സാഹചര്യങ്ങൾ മഴക്കാലത്ത് ധാരാളം ഉണ്ടാകും. വഴുതി വീഴുന്ന സ്ഥലങ്ങൾ, നനഞ്ഞ വഴികൾ, വണ്ടി ചവിട്ടിയാൽ കിട്ടാത്ത അവസ്ഥ, ഇതൊക്കെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റു വാഹനങ്ങൾ കാരണമായും അപകടമുണ്ടാകും. നമ്മുടെ ശ്രദ്ധയും സുരക്ഷയും അവിടെയും നമുക്ക് രക്ഷയാകുമെന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. പരമാവധി നാം സേഫാകാൻ ശ്രമിക്കുക. എല്ലാം അള്ളാഹുവിൻ്റെ ഖളാ ആണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിന് പകരം അള്ളാഹുവിൻ്റെ ഖളായിൽ വിശ്വസിക്കുന്നതോടൊപ്പം പൊതുസമൂഹവും സർക്കാരും വിശുദ്ധ ഇസ്ലാമും നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ള ജാഗ്രതാ കാര്യങ്ങളും സുരക്ഷാ നിർദ്ദേശങ്ങളും പരമാവധി പാലിച്ചുകൊണ്ടായാൽ നമുക്ക് ഒരു പരിധിവരെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള യാത്രയും അപകടത്തിന് കാരണമാകാറുണ്ട്. അതും ഒഴിവാക്കേണ്ടതാണ്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. ഏറ്റവും വലിയ സുരക്ഷ യാത്ര തുടങ്ങുമ്പോൾ അതല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ദിക്ർ ചൊല്ലലാണ്. അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണ ഇൻഷുറൻസ്. നമ്മുടെ ശരീരത്തെ അള്ളാഹുവിന് പൂർണ്ണമായി സമർപ്പിക്കുകയാണ് ഈ ദിക്റിലൂടെ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും ഒക്കെ ഇത്തരം സുരക്ഷാ നിർദ്ദേശങ്ങളും ജാഗ്രതാ കാര്യങ്ങളും നാം പാലിക്കാനും മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് കുട്ടികളോട്, കൗമാരക്കാരോട് നിർദ്ദേശിക്കാനും ബാധ്യസ്ഥനാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഉണർത്തിയെന്ന് മാത്രം. അള്ളാഹു എല്ലാവർക്കും ഹിഫ്ളും സുരക്ഷയും നൽകുമാറാവട്ടെ. സ്വയ്യിബും നാഫിഉമായ മഴയായി വർഷിച്ചുകൊണ്ടിരിക്കുന്ന മഴയെ അള്ളാഹു ആക്കി തരട്ടെ. മഴക്കാലത്തുണ്ടാകാറുള്ള ഇടി, മിന്ന്, അതുപോലെ അപകട സാധ്യതകൾ എല്ലാറ്റിൽ നിന്നും അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാവട്ടെ.